അമ്മയുടെ സന്നിധിയിൽ സംഗീതത്തിന്റെ മായാലോകം സൃഷ്ടിച്ച് അമൃതാനന്ദമയി മഠം വൈസ് ചെയർമാൻ സ്വാമി അമൃത സ്വരൂപാനന്ദപുരിയും പ്രശസ്ത പുല്ലാങ്കുഴൽ സംഗീതജ്ഞൻ രാജേഷ് ചേർത്തലയും ഇടപ്പള്ളി ബ്രഹ്മസ്ഥാന മഹോത്സവ വേദിയിലായിരുന്നു ഭക്തിനിർഭരമായ ഗാനവിസ്മയം. സദ്ഗുരു മാതാ അമൃതാനന്ദമയി ദേവിക്ക് മുൻപിൽ ഓടക്കുഴൽ വായിക്കാൻ അവസരം ലഭിച്ചത് ഭാഗ്യമായി കാണുന്നുവെന്ന് രാജേഷ് ചേർത്തല പറഞ്ഞു. ഇടപ്പള്ളി ബ്രഹ്മസ്ഥാന മഹോത്സവ വേദിയിൽ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ സാന്നിധ്യത്തിൽ നടന്ന ഭജന അങ്ങേയറ്റം ഭക്തി നിർഭരമായിരുന്നു. അമൃതാനന്ദമയി മഠം വൈസ് ചെയർമാൻ സ്വാമി അമൃത സ്വരൂപാനന്ദപുരിയുടെ ഗാനത്തിന് രാജേഷ് ചേർത്തല ഓടക്കുഴൽ വായിച്ചു. ഭക്തജനങ്ങൾ ആ നാദവിസ്മയത്തിൽ സ്വയം ലയിച്ചു. ഒരു ഗാനവും അറിഞ്ഞിട്ടല്ല വേദിയിൽ വന്നതെന്നും എന്നാൽ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് വളരെ നന്നായി വായിക്കാൻ സാധിച്ചു എന്നും രാജേഷ് ചേർത്തല പറഞ്ഞു. ഒത്തിരി സന്തോഷവും അനുഗ്രഹവുമാണ് ഇന്ന് അമ്മയോടൊപ്പം ഇവിടെ വരാൻ സാധിച്ചതിൽ. ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ വന്നത്. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭൂതിയാണ്. സ്വാമിയായിട്ടുള്ള ഭജന കോമ്പിനേഷൻ വേറെ വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു. കാരണം നമ്മൾ ഒരു പാട്ടും അറിഞ്ഞിട്ടുള്ള ഇവിടെ വന്നിരുന്നത് ആ ഒരു മൂഡിൽ ആ ഒരു ബ്ലെസ്സിങ്ങിൽ വായിക്കാൻ പറ്റിയതാണ്. അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു. അത് ഹൃദയം നിറഞ്ഞൊരു അനുഭവമായിരുന്നു. പ്രാർത്ഥനാപൂരിതമായൊരു അനുഭവമായിരുന്നു. 1 മണിക്കൂറോളമാണ് സംഗീതത്തിന്റെ മായാലോകം വേദിയിൽ തുടർന്നത്. ഭക്തജനങ്ങൾ എല്ലാവരും അതിൽ മുഴുകി പ്രാർത്ഥനയോടെയിരുന്നു. അമ്മയുടെ ദർശനത്തിന്റെ അനുഗ്രഹത്തിനൊപ്പം സംഗീതവും ആസ്വദിച്ചാണ് ഭക്തർ മടങ്ങിയത്. അമൃത ന്യൂസ്, കൊച്ചി.